ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹ്നാസ് ഈസി ടിപ്സ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി എർച്ചിം പിടിയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇതിനായി ഞാനിപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മണി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 മണി പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് സവോളയാണ്. ഇനി നമുക്ക് ഈ സവോള നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളി അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തക്കാളി എല്ലാം നന്നായി വാടി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേനും നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടും. ഇതാ ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സൂപ്പറായി റെഡി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങയുടെ ഒക്കെ അരപ്പ് റെഡിയാക്കാം. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുറി തേങ്ങ ചിരകിയതും പിന്നെ ഒരു 4 ചെറുള്ളിയാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഞാനൊരു ശകലം വേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പം നമ്മുടെ തേങ്ങയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പിടിക്കുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം ഞാനിതാ ഒരു പാത്രത്തിൽ ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു, പിന്നെ പൊടി ഇട്ട് കൊടുക്കുന്നു. നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാ ഇപ്പം നമ്മുടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലൊരു വലിയ കഷ്ണാക്കാം. എന്നിട്ട് അതിൽ നിന്ന് വലിയ വലിയ ഉരുളകൾ പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇനി ഇതുപോലെ ഓരോ കഷ്ണങ്ങൾ കയ്യിലെടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കുക. നമുക്ക് മുഴുവൻ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇനി ഇതുപോലെ ചെറിയ ചെറിയ മണികളാക്കി മാറ്റണം. അപ്പോൾ മണിയുടെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ മണികളൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ അത് ഒരു പുട്ടും കുറ്റിയിൽ നിറയ്ക്കുകയാണ്. നമ്മളിത് പുട്ടും കുറ്റിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലൊക്കെ വെച്ച് വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇതാ ഇപ്പം നമ്മുടെ പിടി നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി അരച്ചെടുക്കാം. ഇനി നമ്മുടെ കൂട്ടാൻ തൂമിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പെരിഞ്ജീരകവും ഒരു ചെറിയ ഉള്ളി ഒരു 6-8 ചുള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയാണ്. അപ്പോൾ നമ്മുടെ കറി ഇതിലേക്ക് മിക്സ് ചെയ്യാം. കറിയൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇപ്പം നമ്മുടെ കറിയൊക്കെ പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റായ എർച്ചീം പിടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.